നമസ്കാരം. അഭിനേതാവ്, ക്രിക്കറ്റ് കളിക്കാരൻ, ബിസിനസ്സുകാരൻ, സർവോപരി CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ശ്രീ ബിനീഷ് കോടിയേരിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം. താങ്ക് യു. ഒരുപാട് മേഖലകളിൽ ഉണ്ട് ബിനീഷ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് അർജന്റീനയുടെ കളിയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ തിളങ്ങി നിൽക്കുകയായിരുന്നു. പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ. ജയമാണെങ്കിൽ ജയത്തെ ന്യായീകരിച്ചിട്ടുണ്ട്, തോൽവിയാണെങ്കിൽ. വേൾഡ് കപ്പ് തോൽവി, അർജന്റീനയുടെ തോൽവി ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഏത് തോൽവികളും ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറായി നിൽക്കുന്ന രീതിയിലല്ലേ ഇപ്പം എൻ്റെ ജീവിതത്തിൽ നമ്മളൊക്കെ പാകപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ഏത് തോൽവികളായാലും അതിനെ ഉൾക്കൊള്ളാനും അതിൽ നിന്ന് കരകയറാനുമാണല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ ഒരു സ്പോർട്സിൻ്റെ എല്ലാ വാശിയോടും കൂടി, സ്പോർട്സ് മത്സരം പ്രത്യേകിച്ച് ഫുട്ബോൾ ആകുമ്പോൾ അതിൻ്റെ എല്ലാ വാശിയോടും കൂടി അതിനെ ആസ്വദിക്കുക, അതിൻ്റെ എല്ലാ രസങ്ങളോടും കൂടി അത് കാണുക എന്നുള്ളതാണ് ഒരു ഫുട്ബോൾ ആസ്വാദകൻ അല്ലെങ്കിൽ ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് അങ്ങനെ ഫുട്ബോൾ കളി കാണാനും ആസ്വദിക്കുവാനാണ് ഇഷ്ടം. അങ്ങനെ തന്നെ അത് ആസ്വദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഇൻട്രോയിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു വിരുദ്ധാഭിപ്രായം, ബിസിനസ് എന്നുള്ളത് ഞാൻ ചെയ്യുന്നില്ല, അതൊരു ഭാഗമായിട്ട് നിൽക്കുന്നു. ഞാൻ ഡയറക്റ്റായിട്ട് ഒരു ബിസിനസ്സിലോട്ടും ഇല്ല. പക്ഷെ എന്നാലും നിങ്ങൾ പറഞ്ഞ വാചകത്തിൻ്റെ അകത്തേക്കുള്ളതിൽ ഒരു ബിസിനസ് ജീവനോപാധി നടന്നു പോകാനുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഈ ക്രിക്കറ്റ് കളിക്കാരനും KCയുടെ ഭാരവാഹിയൊക്കെ ആയിട്ടാണ് കൂടുതലും ബിനീഷ് അറിയപ്പെടുന്നത്. പക്ഷേ ഫുട്ബോളിനെ കൃത്യമായി വിശകലനം ചെയ്യാനും പറയാനും അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടൊക്കെ സംസാരിക്കുന്ന ബിനീഷിനെ കണ്ടു. ക്രിക്കറ്റാണോ ഫുട്ബോളാണോ ഏറ്റവും ഇഷ്ടം? എനിക്ക് കളിക്കാൻ എപ്പോഴും ഇഷ്ടം ക്രിക്കറ്റ് തന്നെയാണ്. കാരണം ഫുട്ബോൾ കുറച്ചുകൂടി ഒരു മെനക്കെട്ട പണിയാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നല്ല ശാരീരിക ക്ഷമതയും നല്ല ഫിറ്റ്നസ്സും വേണം. ക്രിക്കറ്റ് നമ്മുടെ ജീവിതത്തിൽ ഒരു എപ്പോഴും നമ്മുടെ സിരകളിൽ പടർന്നു പിടിച്ചൊരു കാര്യം. കാരണം ഞാൻ തലശ്ശേരിക്കാരനാണ്. ഇന്ത്യയിൽ തന്നെ ക്രിക്കറ്റ് പ്രാദേശികവാസികളുമായി ചേർന്ന് ആദ്യം പിറവി കൊണ്ട സ്ഥലം തലശ്ശേരി. അപ്പോൾ തലശ്ശേരിയിലുള്ള എല്ലാ ആളുകളും ഏതെങ്കിലും ഒരു സ്പോർട്സിൽ കളിക്കുന്നവർ, ഏതാളായിക്കോട്ടെ, ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലാണ് ഏത് ആളുകളും എന്തെങ്കിലും ഒരു സ്പോർട്സ് കളിച്ചിട്ടുള്ള ഒരാളായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും ചൂസ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റിയത് ക്രിക്കറ്റ് ആയിരുന്നില്ല. അപ്പോൾ ക്രിക്കറ്റ് സ്കൂളുകൾ സമയം തൊട്ടേ കളിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ഇപ്പോൾ കണ്ണൂർ എ ഡിവിഷൻ ലീഗിലും അല്ലെങ്കിൽ മറ്റു മത്സരങ്ങൾ, പറ്റാവുന്ന മത്സരങ്ങളൊക്കെ മത്സരിക്കുന്നു. ഫുട്ബോളിൻ്റെ തിരക്കിൽ നിന്ന് നേരെ ക്രിക്കറ്റിൻ്റെ തിരക്കിലേക്ക് പോകാൻ പോവുകയാണ് അല്ലേ? KCയുടെ അടുത്ത സീസൺ തുടങ്ങാൻ പോകുന്നു. എവിടം വരെ എത്തി? ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഞങ്ങളിത് 3ാമത്തെ സീസണിലേക്കാണ് എത്തിയിരിക്കുന്നത്. KCL തുടങ്ങുന്ന സമയത്ത് വലിയ ആശങ്കകളുണ്ടായിരുന്നു. കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഒരു ഡൊമസ്റ്റിക് ലീഗ് ഇങ്ങനെ സക്സസ് ആക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ ആദ്യത്തെ സീസണിൽ തന്നെ നമ്മളത് സക്സസ് ആക്കി എടുത്തു എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഡൊമസ്റ്റിക് ലീഗുകളിൽ നമ്പർ 1 ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു KCL. പാർട്ടിയുടെ അംഗത്വം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അതൊരു ഉത്തരവാദിത്തമാണ് ഒരു പക്ഷേ അല്ലേ? അതിനപ്പുറം സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രതിരോധ കോട്ടയൊരുക്കുന്ന ഒരു വ്യക്തി കൂടിയായി ബിനീഷ് മാറിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പാർട്ടിയുടെ അംഗത്വം തിരിച്ചു കിട്ടിയ ഈ സാഹചര്യത്തെ കാണുന്നത്? കൂടുതലൊരു ഉത്തരവാദിത്വമായിട്ടാണ്? അല്ല, സ്വാഭാവികമായിട്ടും പാർട്ടി അംഗത്വം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു ചട്ടക്കൂടിൻ്റെ അകത്ത് നിന്ന്, നമ്മളെ ജീവിതത്തിൽ തന്നെ ഒരു ചട്ടക്കൂടിൻ്റെ അകത്ത് നിന്ന് പോവുക എന്നുള്ളതിൻ്റെ ഒരു സ്ഥിതിയാണ് പാർട്ടി മെമ്പർഷിപ്പ്. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. പാർട്ടി മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു വെറും മെമ്പർഷിപ്പായിട്ട് മാത്രമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ്. നമുക്ക് എപ്പോഴെങ്കിലും വീണു പോയാൽ നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റുന്ന എന്നുള്ളൊരു വലിയ ഒരു ആശയും ഒരു പ്രതീക്ഷയും നൽകുന്നത് തന്നെയാണ് ഒരു പാർട്ടി കുടുംബാംഗം കൂടിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അതൊരു വലിയ വൈകാരികത കൂടിയാണ് ഒരു മെമ്പർഷിപ്പ് എന്നുള്ളതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പം എന്നെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഈ പറയുന്ന പാർട്ടിക്ക് കോട്ട കെട്ടി കാവലായിട്ട് നിൽക്കുന്നു. അവർ ഈ പാർട്ടിയുടെ കരുത്താണ്. അവരൊന്നും ഇപ്പം ഞാനും അങ്ങനെയുള്ള ആളുകളൊന്നും എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞങ്ങളിതിൽ ഈ രാവിലെ തന്നെ ഞങ്ങളുടെ ഫോൺ എടുത്തിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുകയും അതിൻ്റെ സാമൂഹിക രീതി മനസ്സിലാക്കി, പാർട്ടിയുടെ നയം മനസ്സിലാക്കി അത് പ്രതികരിക്കുകയും ചെയ്യുന്നാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പാർട്ടിയോടുള്ള ഉത്തരവാദിത്വവും ഇഷ്ടവും കൊണ്ടാണ്. അതാരും പറഞ്ഞു തന്നിട്ട് നമ്മൾ ചെയ്യുന്നില്ല. അത് ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്ത് നൽകുന്നു എന്നുള്ളതാണ് നോക്കുക. അങ്ങനെ എനിക്ക് നൽകാൻ പറ്റുന്നത് എന്ത് എന്നുള്ളത് വളരെ ചെറിയ രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. അത് ചെയ്യുന്നുള്ളൂ. അതൊരു വലിയ കാര്യമൊന്നുമായിട്ട് ഞങ്ങളാരും കാണാറില്ല. അതൊരു ഞങ്ങളുടെ ഭാഗമായിട്ട്, ജീവിതത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. വളരെ വൈകാരികമാണ് ഈ അംഗത്വം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതില്ലാതിരുന്ന ഒരു 4 വർഷക്കാലം അതിനെങ്ങനെയാണ് കണ്ടത്? അതൊരു വലിയ വൈകാരികതയിലേക്കാൾ ഉപരി അതൊരു വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ തന്നെ കടന്നുപോയത്. പക്ഷേ അങ്ങനെ ഉള്ളപ്പോൾ പോലും ഈ പാർട്ടിയുടെ കൂടെ തന്നെ നിൽക്കണം, ഈ പാർട്ടിയുമായിട്ട് തന്നെ ചേർന്ന് തന്നെ മുന്നോട്ട് പോകണം. അപ്പം ഒരു മെമ്പർഷിപ്പ് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യുന്നതിലൂടെ മാത്രമല്ല നമ്മൾ പാർട്ടിയോടുള്ള കൂറ് വ്യക്തമാക്കേണ്ടത്. അപ്പം ആരൊക്കെ നമ്മൾ അവഗണിച്ചാലും നമ്മൾ ഈ പാർട്ടിയോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് അച്ഛൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. പാർട്ടി അത് ഒരു ഘട്ടത്തിൽ അത് കാണും എന്നുള്ളതാണ്. അപ്പോൾ ഞാനും അത് പ്രതീക്ഷിച്ചാണ് നിന്നത്. 4 വർഷം കഴിഞ്ഞിട്ട് പാർട്ടി അത് കണ്ടു.
എനിക്ക് മെമ്പർഷിപ്പ് തന്നു. അതിൽ പിണറായി വിജയനാണ് നിർണായകമായത് എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. പിണറായിയുടെ ഇടപെടലാണോ അംഗത്വം തിരിച്ചു കിട്ടാനായിട്ട്? പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഇപ്പം ജില്ലാ സെക്രട്ടറിമാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള മെമ്പർഷിപ്പിൻ്റെയൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് സംസ്ഥാന സെക്രട്ടറി തന്നെയാണെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പം ഗോവിന്ദ മാഷ് തന്നെയാണ് അതിൻ്റെ അകത്തൊരു ഇടുന്നത്. പിണറായി സ്വാഭാവികമായിട്ടും അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള അത്തരത്തിലുള്ള ദൈനംദിന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിട്ട് സംസ്ഥാന സെക്രട്ടറി. അങ്ങനെയാണെങ്കിൽ 4 കൊല്ലം കിട്ടാതിരുന്നതിന് കാരണവും സംസ്ഥാന സെക്രട്ടറി അല്ല, അതൊക്കെ ഓരോ തരത്തിൽ ഈ പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള രീതികളുണ്ടാവും. അപ്പോൾ പാർട്ടിയിൽ നമ്മളിപ്പോൾ ഇന്ന് പോയിട്ട് നാളെ മെമ്പർഷിപ്പ് കൊടുക്കും. നമുക്കൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് ആദ്യം ഒരു ഗ്രൂപ്പ് മെമ്പർഷിപ്പ് ചേർക്കണം, കാൻഡിഡേറ്റ് മെമ്പർ ആവണം, അതിനുശേഷമാണ് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്നത്. വർഗ്ഗബഹുജന സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കണം. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ആവർത്തിച്ച ആവശ്യം ഉയരുമ്പോഴും അത് നൽകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബിനീഷ് കോടിയേരിയുടെ ചില പോസ്റ്റുകൾ, തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ള പോസ്റ്റുകൾ, അത് ഈ കമ്മിറ്റികളിൽ സെക്രട്ടറി തന്നെ ചൂണ്ടിക്കാട്ടി എന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു. അതൊക്കെ വാർത്തകൾ മാത്രമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോസ്റ്റുകളൊന്നും ഞാൻ ഒരു പോസ്റ്റ് ഇട്ടത് ആ സമയത്ത് ഇട്ട ഒരു പോസ്റ്റ് ഞാൻ ഇട്ട ഒരു രീതിയിലല്ല പൊതുജനം അതിനെ വ്യാഖ്യാനിച്ചതെന്ന് മനസ്സിലായപ്പോൾ അതെനിക്ക് അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ഞാനെന്താ മനസ്സിലാക്കണ്ടേ, ഞാൻ കാരണം വേറെ തരത്തിലേക്ക് എൻ്റെ പാർട്ടിയെക്കുറിച്ച് മറ്റു തരത്തിൽ എന്തായിരുന്നു ബിനീഷ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് സ്വയം വിമർശനം. ഇപ്പം പിണറായിയെ പോലൊരു മുഖ്യമന്ത്രിയെ കിട്ടും, പക്ഷേ കോടിയേരിയെ പോലെ അതൊരു ആ രീതിയിലുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പുതിയ കാലഘട്ടത്തിൽ ഈ ഒരു പാർട്ടി എന്ന രീതിയിൽ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിനൊക്കെ കുറച്ചുകൂടി നമ്മൾ ജാഗ്രത കാണിക്കേണ്ടത്. ആ ജാഗ്രത എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് പാർട്ടിയാണ്. ഇപ്പം നമ്മൾ എന്താണ് പാർട്ടി എന്ന് കാണിക്കുമ്പോൾ നമുക്കൊരു ആളെ എടുത്ത് കാണിക്കാനല്ലോ, നമ്മുടെ നേതൃത്വത്തിനല്ലേ പാർട്ടി എന്ന രീതിയിൽ പറയുള്ളൂ. അപ്പം അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പം അത് വേറെ രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടത്. ആ വ്യാഖ്യാനിക്കപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ സ്വയമേവ അത് തിരുത്താൻ ഞാൻ തയ്യാറാവേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്തിയത്. വ്യക്തി കേന്ദ്രീകൃതമായ നിലപാടുകൾക്കെതിരെ ഉള്ളതാണ് എന്ന് പറഞ്ഞു. അത് ആരെ ഉദ്ദേശിച്ചതാ? വ്യക്തി കേന്ദ്രീകൃതമായ നിലപാടുകൾക്കെതിരെ ഉള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ്. അത് അങ്ങനെ അല്ല ഞാൻ പോസ്റ്റ് ഇട്ടത്. അത് പൊതുവെയുള്ള ഈ പറയുന്ന പോലെ തന്നെ പാർട്ടിക്കകത്ത് നമ്മൾ എപ്പോഴും എന്താണ് പാർട്ടിക്കകത്ത് നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു പാർട്ടി എങ്ങനെയാവണം എന്നുള്ളതിന്റെ ഒരു ഏറ്റവും ചെറിയ വാചകത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വാചകമാണത്. പാർട്ടി എന്നുള്ളത് ഭരണകൂട കേന്ദ്രീകൃതവും വ്യക്തി കേന്ദ്രീകൃതവും ആവരുത്. ഇത് രണ്ടുമാണല്ലോ ഒരു പാർട്ടിയെ നിൽക്കാൻ വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുന്ന ഒന്നും. അങ്ങനെ ഇതുവരെ ഈ പാർട്ടി ആയിട്ടില്ല. അങ്ങനെ ആവാത്തിടത്തോളം നമുക്ക് ഈ പാർട്ടിയുമായിട്ട് ചേർന്ന് പോകുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഒരു വ്യക്തി ഉദ്ദേശിച്ചായിരുന്നില്ല പോസ്റ്റ്. അല്ല, അങ്ങനെ ആയിട്ടില്ലല്ലോ ഇപ്പൊ ഈ പാർട്ടി ഒരു വ്യക്തിക്കൊന്നും. അല്ല, ബിനീഷിന്റെ പോസ്റ്റ് ഒരു വ്യക്തി ഉദ്ദേശിച്ചായിരുന്നില്ല. അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണോ അത് പിൻവലിച്ചത്? അല്ല, ഞാൻ അങ്ങനെ ഒരു രീതിയിലാണ് അതിന് ചർച്ച ചെയ്യപ്പെട്ടത്. അത് നിങ്ങൾ പറഞ്ഞത് ശരി. ഈ പറയുന്ന പോലെ ഞാൻ ഉദ്ദേശിച്ചപ്പോൾ അത് ഒരു വ്യക്തിയിലുള്ള അത് ഞാൻ എന്നെയും കൂടി ചേർത്താണ് പറഞ്ഞത്. ഈ പാർട്ടിക്കകത്തുള്ള നേതാക്കളായാലും അനുഭാവികളായാലും പാർട്ടി കുടുംബങ്ങളായാലും ഈ പാർട്ടി മെമ്പർ എല്ലാവരും ഈ പാർട്ടി ഈ പറയുന്ന പരാജയത്തിന്റെ ഈ പറയുന്ന തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഞാൻ ഈ പറയുന്ന പോലെ ഈ എല്ലാത്തിനും വലുതാണെന്നുള്ള ധാരണയിൽ ഞാൻ സമൂഹത്തിൽ പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അങ്ങനെ പ്രവർത്തിക്കരുത് എന്നുള്ളതാണ്. അത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചെന്നല്ല. അത് പക്ഷെങ്കിൽ ഈ പറയുന്ന പോലെ വ്യാഖ്യാനിക്കപ്പെട്ടത് ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു, ബിനീഷ് കോടിയേരി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്, അത് ശരിയല്ല. പക്ഷേ പാർട്ടിയുടെ ഉള്ളിൽ നടന്നിട്ടുള്ള ചർച്ചകളിൽ ഉരുത്തിരിയുന്നത് അത് തന്നെയല്ലേ? അല്ല, അതിപ്പോൾ പാർട്ടി കൃത്യമായിട്ട് പാർട്ടിയുടെ വെബ്സൈറ്റിൽ ചരിത്രത്തിലായുള്ളതിനേക്കാൾ ഇന്നേ വരെയുള്ളതിൽ ഏറ്റവും കൃത്യമായിട്ട് ഇത്രയും വിശദീകരിച്ചുകൊണ്ട് ഇത്രയും ഷാർപ്പായിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ തന്നെ പരാജയ കാരണങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചിരിക്കില്ലേ. ഇതിൽ കൂടുതൽ എന്താ? അപ്പോൾ നമ്മൾ പാർട്ടി പൂർണ്ണമായും ജനങ്ങളിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് പറയുകയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ആ തെറ്റുകൾ ഇന്നതാണ്, നിങ്ങൾ പറഞ്ഞ തെറ്റുകളെല്ലാം ശരിയാണ് എന്ന് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, ഞങ്ങളെടുത്ത് ആ ക്ഷമയോടുകൂടി വിനയാന്വിതരായി നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളിത് ആ സമൂഹത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് ആ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആ തെറ്റുതിരുത്തൽ നടപടികളിലുണ്ടോ? ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തതിലായാലും ഈ നേതൃത്വം തന്നെ തുടരുന്നതിലായാലും ഒക്കെ ആ തെറ്റുതിരുത്തൽ ഉണ്ടാകുന്നുണ്ട്, പിന്നീടുള്ള നടപടികളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് കരുതുന്നുണ്ട്. പ്രതിപക്ഷ നേതാക്കൾ ഒരു പാർലമെന്ററി പോസ്റ്റ് അല്ലേ, ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള നയപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചല്ലേ ഇത് പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു പോസ്റ്റ് അല്ലേ. മറ്റേത് നമുക്ക് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന എടുത്ത നിലപാടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ തെറ്റുതിരുത്തൽ രേഖയുടെ ഭാഗമായിട്ടും തെറ്റുതിരുത്തത് എങ്ങനെ മുന്നോട്ട് പോകുന്നതൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. മറ്റേത് ഈ പറയുന്ന പോലെ ഏത് വ്യക്തിയായാലും ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആൾ
ഇന്ന വ്യക്തിയെ ഏത് വ്യക്തി ആയിക്കോട്ടെ, അതൊരു പാർലമെന്റ് പ്രവർത്തനത്തിലുള്ള ഒരു പോസ്റ്റ് മാത്രമാണ്. അതിലേക്ക് തിരുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അത് പാർട്ടി എല്ലാവരും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്ത അല്ല, ഒരാളാണ്. പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ വ്യക്തികളുടെ തുടർച്ച തന്നെയല്ലേ ഉണ്ടാകുന്നത്? അല്ല, വ്യക്തികൾക്ക് ഈ പറയുന്ന വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് തുറന്നു സമ്മതിക്കുന്നതോടൊപ്പം തന്നെ അത് ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടേണ്ടുന്ന ഒന്നല്ല എന്നുള്ളത് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ആ പോസ്റ്റ് ഇട്ടു, അത് വലിയ ചർച്ചയായി. അതിനുശേഷം ഒരുപക്ഷെ ബിനീഷ് പാർട്ടിയുമായി അകലുന്നോ എന്നൊക്കെ തോന്നിച്ച ഒരു ഘട്ടമുണ്ട്. ടി.കെ. ഗോവിന്ദന് സ്വീകരണം നൽകുന്നു, അന്ന് അമ്മയുടെ ചില പരാമർശങ്ങൾ വരുന്നു, ആ ഘട്ടമൊക്കെ എപ്പോഴെങ്കിലും മനസ്സിൽ അത്തരം ചിന്തകൾ വന്നിട്ടുണ്ടോ? ഈ പാർട്ടി എന്ന് പോയാലോ, ഞാനൊരു ചെറിയൊരു കാര്യം പറയാം അതിനെ സംബന്ധിച്ചു. പിന്നെ ഇ ഡി അറസ്റ്റ് ചെയ്തു. ഇപ്പോഴുള്ളതിനേക്കാളൊക്കെ വലിയ രാഷ്ട്രീയ വലിയ ഒരു ഇരുണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണ് രണ്ടാമത് വന്ന മോദി ഗവൺമെൻറ്. ആ മോദി ഗവൺമെൻറ്റാണ് ഏറ്റവും ആളുകളെ ഭീതിജനകമായിട്ട് സിംഗിൾ മെജോറിറ്റിയിൽ BJP ഭരിച്ച ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത്. അന്ന് അമിത്ഷായും മോദിയും ഒരുമിച്ച് നിന്നാണല്ലോ എല്ലാവരെയും ഇതായിക്കൊണ്ടിരുന്നത്. എന്നെ ഇ ഡി ഓഫീസർ അറസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ. ഇപ്പോൾ എനിക്ക് ഇതൊന്നും പ്രശ്നമില്ലാത്ത വലിയ പോസ്റ്റിൽ എനിക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള രാഷ്ട്രീയ വാഗ്ദാനങ്ങൾ, അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതം തന്നെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോഹന വാഗ്ദാനങ്ങൾ തന്നു. അന്ന് ഞാൻ വഴിപ്പെട്ടിട്ടില്ല അന്ന്. അതുമാത്രമല്ല, വലിയ ഭീഷണികളും ഉണ്ടായിരുന്നു എനിക്ക് മുമ്പിൽ. അന്ന് ഞാൻ ഈ പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. അന്ന് ഈ പാർട്ടിയെ ഞാൻ വിട്ടുപോകാൻ തയ്യാറായിട്ടില്ല. ആരെയും കണ്ടുകൊണ്ടോ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയിട്ടൊന്നുമില്ല ഈ പാർട്ടിയായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നത്. എന്തുവായിരുന്നു വാഗ്ദാനങ്ങൾ എന്നൊന്നും പറയുന്നത്? ഒരുപാട് വാഗ്ദാനങ്ങൾ. അതിപ്പോൾ ഞാനൊരു മുമ്പത്തെ ഒരുപാട് ഇൻ്റർവ്യൂസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ അച്ഛനെ സംബന്ധിച്ചിട്ട് അസുഖത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അപ്പം രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ പൊളിറ്റിക്കലി നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അഭയം, പൊളിറ്റിക്കലി അഭയം തരുമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റ് തരും എന്നുള്ളതാണോ? ഫിനാൻഷ്യലി നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ തീർക്കും എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലിയും എന്നെ സെക്യൂർ ചെയ്യും എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ്. ആരെ ലക്ഷ്യമിട്ടായിരുന്നു? അത് പിണറായി സാറിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കൃത്യമായിട്ട് എൻ്റെ ഭാഗമായിട്ട് അവർ ചോദിച്ചു. എന്നെ അറസ്റ്റ് ചെയ്ത കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനും അല്ലല്ലോ എന്നാണ് ചോദിച്ചിരുന്നത്. അന്ന് പിണറായി സാറുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യങ്ങൾ അവരതൊരു 8-9 ക്വസ്റ്റ്യൻ ലെയറായിട്ടുണ്ട്. അതിൽ ഞാൻ എഴുതി കൊടുത്തണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അതിന് വഴിപ്പെടില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണല്ലോ എൻ്റെ വീട്ടിലേക്ക് റെയ്ഡൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് പിണറായി ലക്ഷ്യമിട്ടുകൊണ്ടാണ് വന്നത്. പക്ഷേ അന്ന് ബിനീഷിന് ഒരു സഹായവും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പക്ഷേ സമാനമായ നിലയിലുള്ള പിണറായി വിജയൻ്റെ മകൾ പോകുമ്പോൾ അവിടെ ED റെയ്ഡ് നടക്കുമ്പോൾ പ്രതിഷേധിക്കാനെത്തിയ ബിനീഷ്, അത് വലിയ ചർച്ചയായിരുന്നു. വലിയ തരത്തിൽ ഈ രണ്ടിൽ സംഭവങ്ങളിലുമുള്ള ഇരട്ടത്താപ്പ്, പാർട്ടിയുടെ ഇരട്ടത്താപ്പും ചർച്ചയായി. ബിനീഷിന് പരാതികളൊന്നുമില്ല. അത് എൻ്റെ രാഷ്ട്രീയ ബോധം, എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച രാഷ്ട്രീയം എന്ന് പറയുന്നതാണ്. ഇപ്പം എനിക്കെന്ത് നൽകി, എനിക്കെന്ത് കിട്ടി എന്ന് നോക്കിയിട്ടല്ല ഞാൻ ഒരാളുടെ ഒരു കഷ്ടതയിൽ ഒരു നിലപാടെടുക്കേണ്ടത്. ഞാൻ ആ കഷ്ടതയിൽ കൂടെ നിൽക്കുകയും ആ രാഷ്ട്രീയപരമായിട്ട് ഉപദ്രവിക്കാൻ വരുന്ന, കീഴ്പ്പെടുത്താൻ വരുന്ന ശക്തികൾക്കെതിരായി സ്ട്രോങ് ആയിട്ട് നിലയുറപ്പിക്കണം ചെയ്യുന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ ബോധം. ഞാൻ ഇന്നലെ ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് ചേർന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ തുടക്കകാലം ബാലസംഘം തൊട്ട് ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി കണ്ടു കഴിഞ്ഞാൽ ഇതിനെ ഇട്ടിട്ട് പോവുകയും എൻ്റെ കൂടെ നിൽക്കുന്ന പാർട്ടി കുടുംബത്തിനെതിരെ ഒരു ആക്രമണം വരുമ്പോൾ എനിക്ക് ഇത് നൽകാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നുള്ള നിലപാടെടുക്കുമെന്നല്ല ഒരു രാഷ്ട്രീയ നിലപാട്. മധുര പ്രതികാരമായിരുന്നു അന്ന് അവിടെ തിരുവനന്തപുരത്ത് ആ റെയ്ഡ് നടക്കുമ്പോൾ അവിടെ എത്തിയത്. ഞാൻ അവിടെ പോയി നിന്നതോ? അത് രാഷ്ട്രീയ ബോധത്തിൻ്റെ വിലയിരുത്തലിൻ്റെ വരുന്ന വ്യതിയാനങ്ങളാണ്. ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് തോന്നുന്ന ചില കാഴ്ചപ്പാടുകളാണത്. ബിനീഷിന്റെ ആളുകളല്ല അവിടെ പ്രശ്നം ഉണ്ടാക്കിയതല്ലേ? കേരളത്തിലുള്ള ഈ പറഞ്ഞ 5.5 ലക്ഷം ആളുകളും, കേരളത്തിലുള്ള പാർട്ടി കുടുംബാംഗങ്ങളും, കേരളത്തിലുള്ള എല്ലാ അനുഭാവികളും എൻ്റെ ആളുകളാണ്. അവരാളുകളാണ് ഞാനും. ഇതൊരു കാവ്യനീതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാധ്യമങ്ങളിൽ പോലും ബിനീഷിന്റെ അവിടുത്തെ ആ സാന്നിധ്യം വാർത്തയായത്. ആ ഒരു സംഭവമാണോ പിണറായി ഇടപെട്ട് തന്നെ ഈ പാർട്ടി അംഗത്വം കിട്ടുന്നതിലേക്ക് നയിച്ചത്? അതിനു മുമ്പേ എനിക്ക് ഒരാഴ്ച മുമ്പേ അംഗത്വം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനവിടെ പോയി നിൽക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ ഞാൻ പാർട്ടി അംഗത്വത്തിലേക്ക് തിരിച്ചു വന്നതാണ്. അതാണ് ഈ പറയുന്ന പോലെ അവിടെ വന്ന് നിന്നുകൊണ്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് വാർത്ത കിട്ടിയത് അതിൻ്റെ പിറ്റേ ദിവസമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പോയി നിൽക്കുന്ന ആ സംഭവം നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ തന്നെ ഞാൻ പാർട്ടി അംഗത്വത്തിലേക്ക് തിരിച്ചു വന്നതാണ്. അവിടെ നിന്നപ്പോൾ ബിനീഷ് ആലോചിച്ചോ? ബിനീഷിൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന സാഹചര്യം, ബിനീഷിനെ പാർട്ടി ഒറ്റയ്ക്കാക്കിയ സാഹചര്യമൊക്കെ ആലോചിച്ചിരുന്നു? ഇനി ഞാനങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ അവിടെ നിന്നേനെ. അത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ, അതാണ് ഈ പറയുന്ന പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ തമ്മിലുള്ള ഒരു കോംറേഡ്ഷിപ്പ്, സഖാത്വം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഒരാൾക്കൊരു അപകടം വരുമ്പോൾ നമുക്ക് മുൻകാലങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനെ വിലയിരുത്തിക്കൊണ്ട് ഇടപെടുകയല്ല ചെയ്തത്. ആദ്യം നിങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങളോ എല്ലാം ഉണ്ടാവാതിരിക്കട്ടെ.
ആ വിഷയം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് അതിനോട് ഐക്യപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അത് ബിനീഷിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ലല്ലോ. ഈ പിണറായി സഖാവ് തന്നെ പറഞ്ഞത് അത് വ്യക്തിപരമാണ്, ഇ ഡിയുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്ന് അറിയില്ല എന്നല്ലേ പറഞ്ഞത്. അത് അച്ഛനും പറഞ്ഞല്ലോ, അത് വ്യക്തിപരമായിട്ട് ഞാൻ തന്നെ നേരിടണമെന്ന് അച്ഛന് പറഞ്ഞല്ലോ. അത് അച്ഛന് മാത്രം എടുക്കാൻ പറ്റുന്നൊരു നിലപാട് കൂടിയാണ്. അത് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയാം. അച്ഛന് അത് കോടിയേരിക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു നിലപാട് കൂടിയായിട്ടാണ്. ഇനി വരും കാലഘട്ടത്തിൽ അത് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല, ആരെങ്കിലും എടുക്കുമെന്ന്. ഇത്രയും കാലഘട്ടത്തിൻ്റെ ഇടയിൽ അത് കോടിയേരി മാത്രം എടുത്തിട്ടുള്ള ഒരു നിലപാടാണ്. ആ ഘട്ടത്തിൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വരെ കോടിയേരി ബാലകൃഷ്ണൻ മാറി നിന്നു. പക്ഷേ സമാനമായ സാഹചര്യത്തിൽ അത്തരം നടപടികളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ പിണറായി വിജയൻ സഖാവിൻ്റെ ഭാഗത്തു നിന്നായാലും. അല്ല, അതൊക്കെ പാർട്ടിയുടെ ഒരു കാര്യം കൃത്യമായിട്ട് വിശദീകരിച്ച കാര്യം. അതൊന്നും ഞാൻ മറുപടി പറയേണ്ടുന്ന ഒരു വിഷയമല്ലല്ലോ. ഇപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളതൊന്നും അതൊക്കെ ഓരോ ഈ ആ കേസുമായി ബന്ധപ്പെട്ട് പിണറായി സഖാവിന് ഈ പറയുന്ന പോലെ നേരിട്ടിട്ടാണ് ഈ ഏജൻസി ഈ പറയുന്ന നോട്ടമിടുന്നതെന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. അപ്പോൾ അതിനുശേഷം ആദ്യം ഘട്ടത്തിലുണ്ടായിരുന്ന രീതിയിലല്ലല്ലോ പാർട്ടി. ഇപ്പോൾ എന്താ പറയുന്നത്, ആ കുടുംബാംഗം തന്നെ ആ കേസ് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടെന്ന് പാർട്ടി നിലപാടെടുത്ത് കഴിഞ്ഞല്ലോ. അത്രയേ ഉള്ളൂ. കോടിയേരി പുറമേക്ക് പറയുന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലും, അതോ താങ്കൾ തന്നെ അച്ഛനോട് എന്താച്ചാ പാർട്ടി എന്നോട് ഇങ്ങനെ എന്ന് ചോദിച്ചു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു, അല്ലെങ്കിൽ താങ്കൾ പല ഇൻ്റർവ്യൂകളിലും ഒക്കെ അക്കാര്യം പറയുന്നതുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാർട്ടി എടുത്ത നിലപാടിനോട് കോടിയേരിക്ക് വിഷമമുണ്ടായിരുന്നു? എൻ്റെ അടുത്ത് അങ്ങനെ ഒരു വിഷമത്തിൽ പറഞ്ഞില്ല. ഞാൻ എൻ്റെ ഒരു വിഷമം പറഞ്ഞപ്പോൾ പോലും ആ വിഷമത്തെ പോലും കൈകാര്യം ചെയ്തത്, എൻ്റെ അടുത്ത് പറഞ്ഞത് വാചകം, നീ പാർട്ടിയുമായിട്ട് ചേർന്ന് നിന്ന് പോയതുകൊണ്ടാണ് നീ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ നിനക്ക് പറ്റിയത്. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പാർട്ടിയായിട്ട് ചേർന്ന് നിന്നോളണം, അതിനപ്പുറത്തേക്ക് നീ ചോദിക്കേണ്ട എന്നുള്ളതാണ്. അപ്പം അതിനായിട്ട് ഞാൻ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം മാനസികമായി ഒരു മകനെന്ന നിലയിൽ താങ്കൾ വലിയ ബുദ്ധിമുട്ട് ഘട്ടത്തിൽ ഒപ്പമുണ്ടാകാതെ പോലും ജയിലിലൊക്കെ ആയിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. മാത്രവുമല്ല, ഈ വിദ്യാർത്ഥി കാലഘട്ടം എടുത്താൽ ഉടനീളം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലേ? പോലീസ് ജീപ്പിൽ നിന്ന് താങ്കളെ ഇറക്കിക്കൊണ്ട് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫേക്ക് നരേറ്റീവാണ്. അല്ല, സമരങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇതാണ് ഞാൻ അന്നത്തെ സമരസമ്മേളന കാലഘട്ടത്തെക്കുറിച്ച് എന്നെ ഇന്നേ വരെ അച്ഛൻ ഒരു പോലീസ് ജീപ്പിൽ നിന്നോ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നോ ഇറക്കിക്കൊണ്ട് വന്നിട്ടില്ല. എന്നെ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരേ ഒരാൾ എം വി ജയരാജനും ഇപ്പോഴത്തെ LDF കൺവീനർ TP രാമകൃഷ്ണനാണ്. എം വി ജയരാജൻ അന്ന് 2001, 2006 കാലഘട്ടത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് എന്നെ നന്ദാവനം ക്യാമ്പിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് പോലീസുകാർ കൊണ്ടുപോയി ഭീകരമായിട്ട് അതിൻ്റെ ചില ഇപ്പോഴും ഇതൊന്നും ഒരു ത്യാഗമായിട്ട് പറയേണ്ട കാര്യമൊന്നുമല്ല. അതൊക്കെ ഒരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ട്. ഒരു ത്യാഗം മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന് ചേരുന്ന ഒന്നല്ല. എന്നെ ഇത്രമാത്രം അടിച്ചു, എന്നെ അങ്ങനെ അടിച്ചു എന്നൊന്നും പറയുന്ന രീതിയിലേക്ക് ത്യാഗം മാർക്കറ്റ് ചെയ്യരുത് എന്നുള്ളത് എപ്പോഴും അച്ഛൻ പറയുന്ന ഒരു വാചകമാണ്. അപ്പോൾ അന്ന് എന്നെ പോലീസുകാരുടെ കൂട്ടത്തിൽ നിന്നും എന്നെ അത്രയും തറയിലിട്ട് അങ്ങനെയാണ് അടിച്ചുകൊണ്ടിരുന്നത്. ഹെൽമെറ്റ് മൂടിക്കൊണ്ട് ക്യാമ്പിൻ്റെ അകത്തുള്ള ആളിനെ അടിക്കുമ്പോൾ എം വി ജയരാജനാണ് അതിൻ്റെ അകത്ത് വന്നുകൊണ്ട് എന്നെ എടുത്ത് പുറത്തോട്ട് കൊണ്ടുവന്നത്. TP രാമകൃഷ്ണനും ഉണ്ടായിരുന്നു. അച്ഛൻ ഇന്നേ വരെ ഈ പറയുന്ന പോലെ അന്നത്തെ മനോരമയും ആളുകളൊക്കെ തന്നെ പ്രചരിപ്പിച്ച ഒരു വാചകമാണ്. കോടിയേരി ബാലകൃഷ്ണൻ മകനെ ആ യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നിട്ട്, ഞാൻ അതിനു മുമ്പ് എത്രയോ മുമ്പ് തന്നെ AK സെൻ്ററിലെത്തി, ഞങ്ങളാണ് ഈ പറയുന്ന വിഷയം ഈ പറയുന്നതിൻ്റെ അകത്ത് എത്തി. അപ്പോൾ അന്നത്തെ കമ്മീഷണർ രാജൻ സിംഗ് ഒക്കെ വന്ന് വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മൾ തമ്മിൽ സംസാരമൊക്കെ ഉണ്ടായതിനു ശേഷം അതിനുശേഷമാണ് ഇവരെല്ലാവരും വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവർ വന്ന സമയത്തൊന്നും ഞങ്ങൾ അറിയുന്ന പോലും ഇവരെത്തിയിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ബാക്ക് മതിലൂടെ ചാടിയിട്ടാണ് ഞങ്ങൾ AK സെൻ്ററിൽ എത്തുന്നത്. എന്നെ ഇന്നേ വരെ ഒരു സമരമുഖത്തൊന്നും അച്ഛൻ രക്ഷപ്പെടുത്താനോ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അവനെ വിടണമെന്ന് പറയാനോ തയ്യാറായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്രയോ കേസുകളിൽ എത്രയോ പ്രാവശ്യം കേസുകളിൽ പോയിട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇപ്പോൾ ത്യാഗമായിട്ട് പറയരുതെന്ന് പറഞ്ഞാൽ ത്യാഗം പോയിട്ട് ഒരു തല്ലിപ്പൊളി മകൻ എന്ന നിലയിലുള്ള ഇമേജ് ആയിരുന്നു ബിനീഷിന് അക്കാലത്തുണ്ടായിരുന്നത്. അല്ല, അത് ഓരോ ഈ പറയുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന നരേറ്റീവിൽ ഒരു കൃത്രിമ ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ പറയാമല്ലോ, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ എടുത്തോ, എത്രമാത്രം കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നുമേ ശരിയായിരുന്നില്ല എന്നുള്ളതിൻ്റെ ഉള്ള ഒരു ബാക്കി പത്രമായിട്ട് എൻ്റെ ജീവിതം ഇവിടെ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പം ഏറ്റവും അവസാനത്തെ എല്ലാവരും പറഞ്ഞ ലഹരി കേസ് എന്ന് പറഞ്ഞ കേസ് എനിക്കുണ്ടോ? നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഒരു കേസിൽ പോലും ഞാൻ പ്രതിയല്ല. അത് പൂർണ്ണമായി തെളിഞ്ഞ് ആ കേസ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. എന്നാലും ആ നറേറ്റീവ് തുടരും. ഇപ്പോൾ നിങ്ങൾ എത്രയോ വർഷം ഉണ്ടായിരുന്ന ഒരു നറേറ്റീവാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൻ്റെ പോലെ തന്നെ ഇത് ഞാൻ ഇല്ലാതാകുന്ന കാലം വരെ ഇതിങ്ങനെ തുടരും. ഞാൻ ഇല്ലാതെ കഴിഞ്ഞ കാലത്ത് തുടരും. അത്രയേ ഉള്ളൂ. ഒരു കാലത്തും അങ്ങനെ ഒരു വഴിവിട്ട ജീവിതം ബിനീഷിനുണ്ടായിരുന്നില്ലേ? അല്ലേ, അതൊക്കെ അങ്ങനെയൊക്കെ രീതിയിലാണ് നമ്മളെക്കുറിച്ച് ഒരു കൃത്രിമ ബോധത്തിൽ ഉണ്ടാക്കിയെടുത്ത സാധനം. ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. ഇപ്പോൾ ചില സുഹൃത്ത് വലയങ്ങളിലൊക്കെ നമ്മളിപ്പോൾ ഞാൻ പറയാം, നമ്മൾ ചില ജീവിത സാഹചര്യങ്ങൾ നമ്മൾ നവീകരിക്കും.
നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറിയെടുക്കപ്പെടും. അപ്പം നമ്മൾ പോകുന്ന ചില കാര്യങ്ങൾ, ചില കൂട്ടങ്ങൾ, ചിലപ്പോൾ അത്തരത്തിലേക്കുള്ള എന്തെങ്കിലും ഒരു വഴിപ്പെടലുകളിലേക്ക് നമ്മളും എത്തിപ്പെടുമെന്നൊക്കെ ആളുകൾക്ക് സംശയിക്കുന്ന രീതിയിലേക്ക് ഉണ്ടാവാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ഈ സുഹൃത്തുക്കളെയൊക്കെ തള്ളി പറയണം. ഞാനൊരു ആസ് എ ഫ്രണ്ട് എന്ന രീതിയിൽ ആരെയും തള്ളി പറയാൻ തയ്യാറായിട്ടില്ല. അത് ചിലപ്പോൾ എൻ്റെ ഗുണവും ദോഷവുമായിട്ട് തന്നെ വേണമെങ്കിൽ കാണാൻ പറ്റും. ആഡംബര ജീവിതം, വഴിവിട്ട ജീവിതം, ലഹരി ഉപയോഗം, അങ്ങനെ എണ്ണി 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 ബിനീഷിനെതിരെയുള്ള കുറ്റപത്രം എടുത്താൽ ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ടാകും. ഇതിലൊന്നും പെടാത്ത ആളാണോ ബിനീഷ്? യഥാർത്ഥത്തിൽ ഒരു സൽപുത്രനായിരുന്നോ ബിനീഷ്? അല്ല, ഈ ആഡംബര ജീവിതം എന്ന് പറയുന്നത് എന്താണ് ആഡംബരം? അല്ല ഞാൻ ചോദിക്കാം, എന്താ ആഡംബരം? വരവിൽ കവിഞ്ഞ സമ്പാദ്യമുള്ളവരെ ആഡംബരം കാണിച്ച് ജീവിക്കുന്നു. അതെ, വരവിൽ കഴിഞ്ഞ സമ്പാദ്യം ഉണ്ടെന്ന രീതിയിൽ ജീവിക്കുന്നു. അതില്ല എന്നുള്ളതിൻ്റെ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം അറിയാം. എൻ്റെ ബാങ്ക് ബാലൻസ് എത്രയായിരുന്നു എന്നുള്ളതും എൻ്റെ ഇതായിരുന്നുള്ളതും. 5 വർഷത്തെ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവർ 50 ലക്ഷം രൂപയായിട്ട് എടുത്ത് കാണിച്ചിരുന്നത്. അതിനൊക്കെ ഞാൻ ടാക്സ് അടച്ച് കൃത്യമായിട്ട് അതിനുള്ള രേഖയും കാണിച്ചിട്ട് നിൽക്കുന്ന ആളാണ്. ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള നെറേറ്റീവ് ഉണ്ട്. ഈ പറയുന്ന പോലെ ആഡംബര ജീവിതം. എന്താണ് ആഡംബര ജീവിതം എന്ന് പറഞ്ഞാൽ ഈ വരവിൽ കവിഞ്ഞതാണെന്ന് നിങ്ങൾ പറയും. അപ്പം ഞാൻ അതിന് നെറേറ്റീവ് വന്നാൽ നിങ്ങൾ പുതിയൊരു സാധനം പറയും. അപ്പോൾ പിന്നെ അടുത്ത പറയാം എന്താ, ഈ ആഡംബരത്തിൻ്റെ കാര്യം കഴിഞ്ഞില്ലേ, രണ്ടാമത്തെ എന്താ, ലഹരി ഉപയോഗിച്ചിട്ട് ലഹരി ഉപയോഗത്തിൻ്റെ സാധനം NCB ഇതേപോലെ തന്നെ എന്നെ കസ്റ്റഡിയിൽ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തല്ലോ. ഇ ഡി കസ്റ്റഡി കഴിഞ്ഞതിന് ശേഷമാണ് NCB ക്വസ്റ്റ്യൻ ചെയ്തത്. ഒരു രീതിയിലും പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ NCBക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. NCB അതിലൊന്നും വസ്തുത ഇല്ലാതെ മനസ്സിലാക്കി. ഏറ്റവും അവസാനം NCB പറഞ്ഞു, ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ എല്ലാം ഞങ്ങളിപ്പം ഈ പറയുന്ന ഇദ്ദേഹമായുള്ള ട്രാൻസാക്ഷൻ പോലും ED ചെയ്യാത്തതും NCB ചെയ്തതുമായിട്ടുള്ളൊരു കാര്യമാണ്. ED ഞാൻ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അനൂപ് മുഹമ്മദ് എന്ന് പറയുന്ന ആൾക്ക് റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണെന്നും ആ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടുള്ള പണമാണ് അനൂപ് മുഹമ്മദ് ഉപയോഗിച്ചതെന്ന് അനൂപ് മുഹമ്മദും മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മൊഴി ED ആ രീതിയിൽ മുഖവിലക്കെടുത്തില്ല. പക്ഷേ NCB എന്താ ചെയ്തത്, ഈ കൊടുത്തു എന്ന് പറയുന്ന പൈസ കൊടുത്തു എന്ന് പറയുന്ന ആളുകൾ എല്ലാവരും വിളിപ്പിച്ചു. അവർ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾക്ക് മാസവാടക തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ശമ്പളം തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് സാധനത്തിൻ്റെ പൈസ തന്നിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞപ്പോൾ ആ കേസ് പൂർണ്ണമായിട്ടും മാറി. പക്ഷേ ED അത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കേസ് പോലും എടുക്കാൻ പറ്റില്ല ഒന്നും. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ NCB പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞൊക്കെ ശരി, പക്ഷേ ഞങ്ങൾ ഡൗട്ട്ഫുൾ ആണ്. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഡൗട്ട്ഫുൾ ആണ്. ഈ പറയും നിങ്ങൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞങ്ങൾ 2 ടെസ്റ്റ് ചെയ്യും. ഒന്ന് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റും ചെയ്യും, നെയിൽ ടെസ്റ്റാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നത്, പിന്നെ ഹെയർ ടെസ്റ്റാണ്. ഹെയർ ടെസ്റ്റിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഹൈദരാബാദിലേക്ക് അയക്കണം. അപ്പോൾ നെയിൽ ടെസ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ എത്ര ഈ പറയുന്ന പോലെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പം അത് നമ്മളൊരു ഭീഷണി പോലെയാണ് അവർ പറഞ്ഞത്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സമ്മതിച്ചാൽ ഈ പറയുന്ന ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് സമ്മതിച്ചാൽ നിങ്ങൾക്ക് 6 മാസത്തെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്കൊരു പരാതിയില്ല, നിങ്ങൾ എടുത്തോളൂ. എൻ്റെ നെയിൽ ടെസ്റ്റ് എടുത്തു, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് എടുത്തു, എല്ലാം എടുത്തു. ഒരു രീതിയിലും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെന്നല്ല ഞാൻ കണ്ടുപിടിക്കാൻ പറ്റും. അതല്ല, എസ് ഓർ നോ പറയുന്നത് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ എസ് ഓർ നോ എന്നുള്ളത് എനിക്കത് വിശദീകരിക്കണം. നിങ്ങൾ പറയുമ്പോഴത്തേക്ക് ആ കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ ഒരു അന്വേഷണ ഏജൻസി, ഇന്ത്യയിലെ തന്നെ നർക്കോട്ടിക്കിന്റെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി ചെക്ക് ചെയ്ത് പ്രൂവ് ചെയ്ത ഒരു ആളായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ആ കാര്യം പറഞ്ഞിട്ട് എസ് ഓർ നോ പറയാൻ പറ്റുള്ളൂ. അത് കാര്യം ഞാനിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എൻ്റെ ഉത്തരം നോ. ഓക്കെ, ഈ ഒരുപാട് കൂട്ടും ആളുകളും ഒക്കെ ഉണ്ട് അല്ലേ, സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. വെച്ചാൽ പാർട്ടിക്ക് അതീതമായി ഇപ്പോൾ ഷോൺ ജോർജിൻ്റെ ഒക്കെ കാര്യം എടുത്താൽ വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണമുള്ളിടത്ത് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ അതിപ്പോഴും ആ ബോണ്ട് അതുപോലെ തുടരുകയാണ്. ബിനീഷിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ടുകളെ സംശയത്തോടു കൂടി കാണുമായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ബിനീഷ് മാനേജ് ചെയ്തത്? ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം പതുക്കെ നമ്മൾ ഈ സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ ജീവിതത്തിലെ ദുഃഖം ഉണ്ടായിരുന്ന ഒന്നതാണ്, മനസ്സിലാക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിൽ നിന്ന് മാറി നമ്മൾ അത്തരത്തിലേക്ക് ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയുന്ന ആളുകൾ, നമ്മളെ മനസ്സിലാക്കുന്ന ആളുകൾ നമ്മളെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒന്നും. ഇപ്പോൾ എനിക്ക് ഷോൺ ഇപ്പോഴാണ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുക ചെയ്തത്. ഞാനും ഷോണുമായിട്ട് ഏകദേശം 2001 തൊട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള, ഇപ്പോൾ ഞാനും ഷോണും നീനുവും കൂടി ചേർന്നിട്ടാണ് ഞങ്ങൾ അഡ്വക്കേറ്റ് വെഞ്ചർ നടത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ സൗഹൃദത്തിൽ എപ്പോഴും രാഷ്ട്രീയം കടന്നു വരുമ്പോൾ ഞാനും നീനും ഇടതുപക്ഷത്തിൻ്റെ പൂർണ്ണമായി നിൽക്കുന്ന ആളുകളാണ്. ഷോണും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്നതാണ്. ഞങ്ങൾ രാഷ്ട്രീയം സംസാരിക്കാൻ പൂർണ്ണമായി എതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഷോണിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഏറ്റവും കൃത്യതയോടുകൂടി ഏറ്റവും മൂർച്ചയായിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ് എതിർക്കുന്ന ആളാണ്. അങ്ങനെ എതിർക്കുന്നതാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ED റെയ്ഡ് നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയി നിന്നത്. എൻ്റെ നിലപാട് ഇതാണ് എന്ന് സമൂഹത്തെ അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് അത് ഞാൻ അതാണ് പറഞ്ഞത്. അതിൽ നിന്നുമാണ് ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഞാൻ ആ കൂട്ടുകെട്ടുകളിൽ എൻ്റെ കൂട്ടുകാരിയൊന്നും ഞാൻ തള്ളിപ്പറയാൻ ഇപ്പോഴും തയ്യാറല്ല. പക്ഷേ അത് ചിലപ്പോൾ ചോദിക്കാം, നിങ്ങൾക്ക് തള്ളി പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അതങ്ങനെയാണ്. അത് ഞാനൊരു നല്ല ഫ്രണ്ടാണ്. അവർ അത് നല്ല ഫ്രണ്ടാണോ എന്ന് പറയേണ്ടത് അവരാ. ഞാൻ നല്ല ഫ്രണ്ടാണ്, അത്രേ ഉള്ളൂ.